പിന്നെ മാനസിക സമ്മർദ്ദം ഉണ്ടല്ലോ സാർ, ധാരാളം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നവരാണ്. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, അത് കൃത്യത എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല. ധാരാളം മാനസിക സമ്മർദ്ദം തുടർച്ചയായി അനുഭവിച്ച ഒരാൾ ഈ ഷുഗർ ലെവൽ ചെക്ക് ചെയ്തപ്പോൾ കൂടി നിന്നു എന്ന് കേട്ടു. അപ്പോൾ ഈ സമ്മർദ്ദവും ഈ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുതലും തമ്മിൽ ഡയറക്റ്റ് ബന്ധമുണ്ടോ? അങ്ങനെ തീർച്ചയായിട്ടും ബന്ധമുണ്ട്. കാരണം നമ്മുടെ ശരീരത്തിൽ അല്ലെങ്കിൽ മനസ്സിൻ്റെ ടെൻഷൻ കൂടിയാൽ അല്ലെങ്കിൽ മാനസിക പിരിമുറുക്കം വന്നാൽ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകൾ ധാരാളമുണ്ട്. ഒന്ന് ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ കോർട്ടിസോൾ ഹോർമോൺ ഉണ്ട്, അഡ്രിനാലിൻ ഹോർമോൺ ഉണ്ട്, ഗ്ലൂക്കഗോൺ ഹോർമോൺ ഉണ്ട്. ഈ എല്ലാ ഹോർമോണുകളും ഇൻസുലിൻ്റെ ശത്രുവാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ഹോർമോണുകളുടെ ലെവൽ കൂടുകയും ഇൻസുലിൻ്റെ കാര്യക്ഷമത വളരെ കുറഞ്ഞു വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മാനസിക പിരിമുറുക്കം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് ചികിത്സിക്കേണ്ടി പോലും വരും. അതിന് നമുക്ക് വളരെ കാര്യമായിട്ട് പറയാനുള്ള ചില രാഷ്ട്രീയക്കാർ ചിരിക്കുമെങ്കിലും അവരുടെ മാനസിക പിരിമുറുക്കം വളരെ വലുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗത്തെ ഒരു പരിധിയിലപ്പുറം അവർക്ക് വലിയ ബുദ്ധിമുട്ടാണ് കൺട്രോൾ ചെയ്തെടുക്കാൻ എന്ന് ഞാൻ പലപ്പോഴും മനസ്സിലാക്കിയിട്ടുള്ളത്. ഇനിയുള്ളത് സാർ, ഈ പ്രമേഹ ചികിത്സയെക്കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്. നമ്മൾ എഡ്യൂക്കേറ്റഡ് എന്ന് പറയുന്ന കേരളത്തിൽ പോലും തെറ്റിദ്ധാരണകളുണ്ട്. എന്തോ സംശയത്തോടെയാണ് നമ്മൾ പ്രമേഹ രോഗത്തിന് ഉപയോഗിക്കുന്ന മരുന്നുകളെയും ഇൻസുലിനെയും ഒക്കെ കാണുന്നത്. അപ്പോൾ തെറ്റിദ്ധാരണ കൃത്യമായും പലപ്പോഴും എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഈ കൃത്യമായി ചികിത്സിക്കാതെ വല്ലാതെ ശരീരത്തെ പ്രമേഹം ബാധിക്കുമ്പോഴാണ് നമ്മൾ ചികിത്സ തേടിപ്പോകുന്നത്. അപ്പോൾ ന്യൂറോപ്പതിയൊക്കെ ബാധിച്ചൊരവസ്ഥയിലാവും. അപ്പോൾ എന്താണ് സാർ പ്രമേഹ ചികിത്സയെക്കുറിച്ച് ആളുകൾക്ക് ഇത്രയും ടെൻഷൻ ഉണ്ടാവാനും തെറ്റിദ്ധാരണ ഉണ്ടാവാനും കാരണം? ആദ്യത്തെ കാര്യം, നമ്മുടെ സയൻസ് ആസ്പദമാക്കി വേണം നമ്മുടെ ചികിത്സ നടത്താൻ. ഇപ്പം നമുക്ക് പലതും ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഗൂഗിൾ ട്രീറ്റ്മെൻറ്റ്, വാട്സപ്പ് ട്രീറ്റ്മെൻറ്റ് കാലമായിപ്പോയി. ഗൂഗിൾ എത്ര ശതമാനം വിശ്വസിക്കാം എന്നെനിക്കറിയില്ല, വാട്സപ്പിൽ എത്രമാത്രം വിശ്വസിക്കാമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമുക്ക് വിശ്വസിക്കാവുന്ന നമ്മളുടെ ഗ്രന്ഥങ്ങളുണ്ട്. അത് വെച്ച് ചികിത്സിച്ചാൽ ഒരു പ്രശ്നമില്ല. 10 പേര് ഒരുമിച്ച് പാമ്പിനെ തല്ലിയാൽ പാമ്പ് ചാകില്ല എന്ന് പറയുന്ന മാതിരി വാട്സപ്പ് മെസ്സേജും ഗൂഗിൾ മെസ്സേജും ഉപയോഗിക്കുന്നത് വളരെ കൃത്യമായിട്ടായിരിക്കണം. ഞാൻ മറ്റൊരു കാര്യം ചോദിച്ചോട്ടെ, നമുക്ക് എല്ലാവർക്കും ഗ്രന്ഥങ്ങൾ വായിക്കും. ബൈബിൾ വായിച്ചാൽ, ഖുറാൻ വായിച്ചാൽ എനിക്കൊന്നും മനസ്സിലാവില്ല. മനസ്സിലാവണമെങ്കിൽ അതിൻ്റെ ബേസിക് വിവരമാണ്. അതുപോലെ തന്നെ മെഡിക്കൽ ഗ്രന്ഥങ്ങൾ വായിക്കണമെങ്കിൽ അവർക്ക് അവരുടേതായ ബേസിക് അടിസ്ഥാന യോഗ്യത ഉണ്ടാവണം. അവർ വായിച്ച് മനസ്സിലാക്കി ശരിയായ രീതിയിൽ ചികിത്സ നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രശ്നമില്ല. പിന്നെ കുറേ എന്താ പറയുക, ചില ദുഷ്ടശക്തികളെന്ന് മറ്റെന്താ വേണമെങ്കിലും പറയാം, പടച്ചുവിടുന്നതായ തെറ്റായ ധാരണകൾ നമുക്ക് ഇതിന് ഒരു ആക്കം കൂട്ടുന്നു എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ശരിയായ രീതിയിൽ ചികിത്സിക്കുകയാണെങ്കിൽ പ്രമേഹ രോഗത്തിന് ഉപയോഗിക്കുന്ന ഒരു മരുന്നും കിഡ്നിയെ ബാധിക്കുന്നില്ല, പ്രശ്നങ്ങൾ വരുന്നില്ല. അനാവശ്യമായിട്ട് മരുന്ന് കഴിക്കരുത്, അനാവശ്യമായി അതിനോട് കൂടെ കഴിക്കരുത്. കൂടെ കഴിച്ചാൽ നമുക്ക് പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് ശരിയായ രീതിയിൽ കൃത്യമായി നിങ്ങളുടെ ഡോക്ടറെ സമീപിച്ച് വിശദമായി പരിശോധിക്കുകയും പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഏത് ഗുളിയാണ് വേണ്ടത് എന്ന് അവരെ കൊണ്ട് തീരുമാനിപ്പിക്കുകയും അതിനുശേഷം ചികിത്സാവിധി തുടരുകയാണ് വേണ്ടത് എന്ന് വളരെ പ്രധാനപ്പെട്ട രീതിയിൽ അല്ലെങ്കിൽ ഊന്നി പറയാൻ ഞാൻ ആഗ്രഹിക്കുക.